ധന്യ ആദ്യം സൂചിപ്പിച്ച കാര്യം പറയുകയാണെങ്കിൽ കാലാവസ്ഥ നിലവിൽ അനുകൂലമാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഉദ്യോഗസ്ഥരോട് സംസാരിച്ചപ്പോൾ, തിരച്ചിൽ സംഘത്തിനും NDRFന്റെ ഉദ്യോഗസ്ഥരോട് സംസാരിച്ചപ്പോൾ കനത്ത മഴ തുടരുകയാണെങ്കിൽ ഈ മൃതദേഹം ലഭിക്കാനുള്ള സാധ്യത കുറയും, ഡീക്കേയിങ്ങിന്റെ സമയം പെട്ടെന്നാവും, അതുകൊണ്ട് തന്നെ മൃതദേഹം ലഭിക്കാനുള്ള ഒരു സാധ്യത കുറയും എന്നുള്ളതാണ്. ഇന്നലെ വെയിലുണ്ടായിരുന്നു, ഇന്നൊരു മിതമായ കാലാവസ്ഥയാണ്. ഇതുകൊണ്ട് ഈ കാലാവസ്ഥ തുടരുകയാണെങ്കിൽ മൃതദേഹവും ശരീരഭാഗങ്ങളും ലഭിക്കാനുള്ള ഒരു സാധ്യത കൂടുതലാണെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ തിരച്ചിൽ ക്രമീകരിച്ചിരിക്കുന്നത് പ്രത്യേക സ്പോട്ടുകൾ കണ്ടെത്തി ആ സ്പോട്ടുകളിൽ തന്നെ തിരച്ചിൽ തുടരുക എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ഈ മുണ്ടക്കയിൽ നിന്ന് പുഞ്ചിരിമട്ടത്തേക്ക് പോകുന്ന ഭാഗങ്ങളിലെല്ലാം തിരച്ചിൽ തുടരുന്നുണ്ട്. ഹിറ്റാച്ചിയും പിന്നെ സന്നദ്ധ പ്രവർത്തകരുടെയും എല്ലാം തിരച്ചിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. തിരച്ചിലിന്റെ കാര്യം പറയുമ്പോൾ നേരത്തെ മന്ത്രി സൂചിപ്പിച്ചിരുന്നു, എല്ലാ ഇടങ്ങളിലുമുള്ള പരിശോധന എന്നതിലപ്പുറത്തേക്ക് ഈ സോയിൽ ഡിപ്പോസിറ്റിന്റെ അളവ് അനുസരിച്ച് പരിശോധന ക്രമീകരിക്കുക എന്നുള്ളതിലേക്കാണ് ഇനി നീങ്ങുന്നത്. അതായത് നേരത്തെ ഉണ്ടായിരുന്ന ഭൂമി പ്രതലത്തിന്റെ കണക്കെടുത്ത് ഇപ്പോൾ എത്രത്തോളം സോയിൽ ഡിപ്പോസിറ്റ് ആയിട്ടുണ്ടെന്ന് മനസ്സിലാക്കി കൂടുതൽ മണ്ണടിഞ്ഞ ഭാഗങ്ങളിൽ പരിശോധന നടത്തുക എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, എത്ര പേരെ കാണാതായിട്ടുണ്ടോ എന്നുള്ള കൃത്യമായ കണക്ക് പുറത്തുവിടാൻ വേണ്ടി റേഷൻ കാർഡ് ഉൾപ്പെടെയുള്ള രേഖകൾ പരിശോധിച്ച് കൃത്യമായ കണക്ക് പുറത്തുവിടും. ഈ പരിശോധന തുടരുന്നതിൽ മറ്റൊരു കാര്യം പരിശോധിക്കുന്നത് കൂടുതൽ കെട്ടിടങ്ങൾ തകർന്ന ഇടങ്ങൾ മനസ്സിലാക്കി അവിടെ പരിശോധന തുടരുക എന്നുള്ളതാണ്. ഇന്ന് ഇപ്പോൾ മുണ്ടക്കയിൽ നിന്ന് പുഞ്ചിരിമട്ടത്തേക്ക് പോകുന്ന ഭാഗത്താണ് ശരീരഭാഗം എന്ന് സംശയിക്കുന്ന ഭാഗങ്ങൾ, മനുഷ്യന്റേതെന്ന് സംശയിക്കുന്ന ശരീരഭാഗങ്ങൾ ലഭിച്ചിരിക്കുന്നത്. ഇത് പ്രാഥമിക പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഈ സ്പോട്ടുകൾ ഐഡന്റിഫൈ ചെയ്ത് പരിശോധന തുടരുന്നതുകൊണ്ട് തന്നെ ഈ ഏരിയകളിലേക്ക് കൂടുതൽ ഡോഗ് സ്ക്വാഡുകളെയും കൂടെ എത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. നേരത്തെ തന്നെ കടാവർ ഉൾപ്പെടെയുള്ള ഡോഗ് സ്ക്വാഡ് സ്ഥലത്തുണ്ട്. ഇപ്പോൾ മീറത്തിൽ നിന്നുള്ള ഡോഗ് സ്ക്വാഡ് കൂടി ഇവിടെ എത്തുന്നുണ്ട്. അതുകൊണ്ട് ഡോഗ് സ്ക്വാഡുകളെ ഉപയോഗിച്ച് കൂടുതൽ പരിശോധന ക്രമീകരിക്കുക എന്നുള്ളതാണ്. റഡാർ സംവിധാനവും ഉപയോഗിക്കുന്നത്. റഡാറിന്റെ സിഗ്നൽ ലഭിച്ച ഭാഗത്ത് നിന്ന് ഈ പരിശോധന തുടരുക എന്നുള്ളൊരു നീക്കമുണ്ട്. നേരത്തെ ഈ അങ്കോല ദൌത്യത്തിൽ ഉൾപ്പെടെ പങ്കെടുത്ത മുൻ മേജർ ജനറലായ ഇന്ദ്രപാലിന്റെ നേതൃത്വത്തിലുള്ള ഐബോർഡ് പരിശോധന ചൂരൽമലയിൽ പുരോഗമിക്കുന്നുണ്ട്. നേരത്തെ ചൂരൽമലയിൽ പരിശോധന ഇന്നലെ നടത്തിയപ്പോൾ 2 സിഗ്നലുകൾ ലഭിച്ചിരുന്നു. ഇതിൽ കൂടുതൽ പഠനം നടത്താൻ ഇന്നും ചൂരൽമലയിൽ ഐബോർഡ് പരിശോധനയും തുടരുന്നുണ്ട്. ഇത്തരത്തിലാണ് തിരച്ചിൽ ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത്. മറ്റൊരു കാര്യം, ഈ കാലാവസ്ഥ പറയുകയാണെങ്കിൽ നിലവിൽ മഴയുള്ള ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തകർക്കും ദൌത്യ സംഘത്തിനും കുറച്ചുകൂടെ അനുകൂല സാഹചര്യവും ഇവിടെയുണ്ട് തന്നെ. ഒരു വെല്ലുവിളി ഇപ്പൊ കഴിഞ്ഞ ദിവസമൊക്കെ അറിഞ്ഞത് ഈ മണ്ണിൽ ഈ ഗ്യാസ് സിലിണ്ടറുകളൊക്കെ ഉള്ളത്. അപ്പം തെരച്ചിൽ നമുക്കറിയാം തുടക്ക സമയം മുതലേ ആളുകളുണ്ടോ എന്നുള്ള ടെൻഷനുണ്ട്. അപ്പം ആ തരത്തിലൊരു മന്ദഗതിയിൽ വളരെ സൂക്ഷിച്ചുകൊണ്ടാണ് JCB ഒക്കെ ഉപയോഗിച്ചുള്ള തെരച്ചിൽ നടത്തിയത്. അപ്പൊ ഈ ഗ്യാസ് സിലിണ്ടറുകൾ ഒരുപാട് കിട്ടുന്നതൊക്കെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. അത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഒരു പരിധിവരെ കവർ ചെയ്യാൻ ഇവർക്ക് സാധിക്കുന്നുണ്ട്. ഒപ്പം കാലാവസ്ഥ കൂടി അനുകൂലമായ സ്ഥിതിക്ക് കൂടുതൽ തെരച്ചിലേക്കും ഈ കോൺക്രീറ്റുകൾ മാറ്റുന്ന പ്രവൃത്തികളും ഈ കുറച്ചുകൂടി ഈ ഡോഗ്സിനെയൊക്കെ എത്തിക്കുമ്പോൾ കുറച്ചുകൂടി ഈസി ആവും തോന്നുന്നു കാര്യങ്ങൾ. അത്തരത്തിലുള്ളതിലേക്ക് കാര്യങ്ങൾ കടക്കുമ്പോൾ പ്രതിസന്ധിയാവുന്ന കാര്യങ്ങൾ നിലവിൽ എന്തൊക്കെയാണ്? ധന്യ, ഈ നിലവിൽ ഈ ഗ്യാസ് സിലിണ്ടറുകൾ നേരത്തെ തന്നെ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ ഒരുപാട് ഗ്യാസ് സിലിണ്ടറുകൾ എടുത്തു മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. നിലവിൽ ഈ പുഞ്ചിരമട്ടം ഭാഗത്തോ മുണ്ടക്കൈ ഭാഗത്തോ ഇത്തരത്തിലുള്ള തടസ്സങ്ങളില്ല. ഈ തടസ്സം എന്ന് പറയുന്നത് സ്പോട്ട് ഐഡന്റിഫൈ ചെയ്ത് ആ ഭാഗത്തുള്ള പരിശോധനയാണ് നിലവിൽ തടസ്സമായിരിക്കുന്നത്. പല സ്പോട്ടുകൾ ഐഡന്റിഫൈ ചെയ്ത് അവിടെ തന്നെയാണ് തിരച്ചിൽ പുരോഗമിക്കുന്നത്. മറ്റ് കാലാവസ്ഥ പോലുള്ള പ്രശ്നങ്ങൾ നിലവിലില്ല. ഈ തരത്തിൽ തന്നെ തിരച്ചിൽ പുരോഗമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് നീക്കവും. നേരത്തെ ധന്യ ചോദിച്ച ഒരു കാര്യം ഭക്ഷണ വിതരണമാണ്. ഈ ഭക്ഷണ വിതരണത്തിൽ കഴിഞ്ഞ ദിവസം വലിയൊരു വിവാദം തന്നെ ഉണ്ടായിരുന്നു. ഈ ഭക്ഷണ വിവാദം ഒഴിവാക്കാൻ വേണ്ടി ഇന്നിപ്പോൾ സർക്കാർ പൂർണ്ണമായി ഒരു കണക്ക് എടുത്ത് ഇങ്ങോട്ടേക്ക് രക്ഷാദൌത്യ സംഘത്തെയും മാധ്യമപ്രവർത്തകരെയും കടത്തിവിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം പരിഹരിക്കാൻ ഒരു പരിധിവരെ സാധിക്കുമെന്നുള്ളതാണ്. ചൂരൽമലയിൽ നിന്ന് കണക്കെടുത്ത് ബെയിലി പാലത്തിലേക്ക് എത്തി, ബെയിലി പാലത്തിലും കണക്കെടുത്താണ് ഈ ചൂരൽമല മുണ്ടക്കൈ പ്രദേശങ്ങളിലേക്ക് ആളുകളെ കടത്തിവിടുന്നത്. ഈ കണക്കനുസരിച്ച് മേപ്പാടിയിലെ പോളിടെക്നിക്കിൽ നിന്നും ഭക്ഷണം ക്രമീകരിച്ച് ഇങ്ങോട്ട് എത്തിക്കുക എന്നുള്ള രീതിയാണ് ഇന്ന് തുടരുന്നത്. അതുകൊണ്ട് തന്നെ ഭക്ഷണം എത്തിക്കുന്നതിൽ വലിയ പ്രതിസന്ധി ഇന്ന് ഉണ്ടാവില്ല. മറ്റൊരു പരീക്ഷണം നടത്തുന്നത് ആധുനിക ഡ്രോൺ സംവിധാനം ഉപയോഗിച്ചുള്ള ഒരു പരീക്ഷണമാണ്. ഡ്രോണിൽ ബാസ്ക്കറ്റ് ഘടിപ്പിച്ച് ഈ ബാസ്ക്കറ്റിൽ ഭക്ഷണം പൊതികൾ നിറച്ച് എത്തിപ്പെടാൻ ആവാത്ത ഇടങ്ങളിൽ തിരച്ചിൽ നടത്തുന്ന ഹിറ്റാച്ചി ഡ്രൈവർമാർ പോലുള്ളവർക്ക് ഭക്ഷണം എത്തിക്കുക എന്നുള്ളൊരു സംവിധാനം കൂടി പരീക്ഷിക്കുന്നുണ്ട്. ഇത് പ്രധാനമായും ചൂരൽമലയിൽ കേന്ദ്രീകരിച്ചാണ് ഇന്ന് നടത്തുന്നത്. ഇത് മുണ്ടക്കയിലേക്ക് എത്തിക്കാനുള്ള നീക്കം തുടരുന്നുണ്ട്. കാരണം പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലുള്ള ഏരിയകളിലല്ല പലരും തിരച്ചിൽ തുടരുന്നത്. കാരണം നമുക്ക് ഇങ്ങോട്ട് കണ്ണൻ ഇങ്ങോട്ടുള്ള വിഷ്വൽ കാണിക്കും. ഈ ഭാഗത്ത് രാവിലെ കയറുന്നവർ പലരും
രാത്രിയോ വൈകിയോ ആണ് ഇറങ്ങുന്നത്. അപ്പോൾ ഇവർക്ക് ഭക്ഷണം എത്തിക്കുക, സമയാസമയം ഭക്ഷണം എത്തിക്കുക എന്നുള്ള ഒരു കാര്യം മുന്നിലുള്ളത് കൊണ്ട് തന്നെ ഈ സംവിധാനം ഡ്രോൺ ഉപയോഗിച്ച് ഡ്രോണിൽ ബാസ്ക്കറ്റ് ഘടിപ്പിച്ച് ഭക്ഷണം എത്തിക്കുമ്പോൾ ഇത് ഒരു കുറച്ചുകൂടെ സൗകര്യപ്രദമാകും എന്നുള്ളത് കൊണ്ട് തന്നെ ഭക്ഷണം അത്തരത്തിൽ ക്രമീകരിക്കുന്നുണ്ട്. കൂടുതൽ ഭക്ഷണം ഈ മുണ്ടക്കൈ ഭാഗത്തേക്ക് എത്തിക്കാനുള്ള സംവിധാനവും നിലവിലൊരുക്കിയിട്ടുണ്ട്. ശരി ഷാന.